ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കൊച്ചു ടി വി എസ് പോഗോ. ഈ രണ്ട് കാർട്ടൂൺ ചാനൽസിന്റെയും പഴയ കാര്യത്തതും ഇപ്പോഴത്തതുമായ കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. 2010 മുമ്പ് ജനിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും ഈ രണ്ട് ചാനൽസും ഫേവറേറ്റ് തന്നെയായിരിക്കും. മലയാളികളായ കുട്ടികൾക്ക് കൊച്ചു ടി വി തന്നെയായിരിക്കും ഒന്ന് മുകളിൽ. എന്നാലും പോഗോ അത്ര അടിയിലുമല്ല. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പോഗോയിലേക്ക് ചാനൽ മാറ്റും. കൊച്ചു ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാർട്ടൂൺ ആണെങ്കിൽ നമ്മൾ പോഗോയിലേക്കായിരിക്കും ആദ്യം ചാനൽ മാറ്റുക. അത് ഒന്നാമത്തത്. രണ്ടാമത്തേതാണെങ്കിൽ ഇനി കൊച്ചു ടി വിയിൽ നമ്മൾ ഏതെങ്കിലും കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കാർട്ടൂൺ പരസ്യമായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മാറ്റാൻ പോകുന്നത് പോഗോയിലേക്കാണ് ചാനൽ. അങ്ങനെ മാറ്റിയവരുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം. ഈ രണ്ട് ചാനലുകളിലും പണ്ടത്തെ കാലത്ത് ഒരുപാട് മികച്ച കാർട്ടൂൺസുകൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10 വർഷം നമ്മൾ പിന്നോട്ട് പോയാൽ ഈ രണ്ട് ചാനൽസ് തന്നെയായിരുന്നു കാർട്ടൂൺ ചാനൽസുകളിൽ ഏറ്റവും മികച്ചത്. പണ്ട് കാലത്ത് പോഗോന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരുപാട് കാർട്ടൂൺസ് ഒന്നും ടെലികാസ്റ്റ് ചെയ്യാറില്ല. പണ്ട് പോഗോയിൽ മെയിനായിട്ട് വന്നിരുന്നത് ചോട്ടാ ഭീം തന്നെയായിരുന്നു. പക്ഷെ ഇത് കാണാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് പേര് പണ്ട് ഉണ്ടായിരുന്നു. ചോട്ടാ ഭീം മാത്രമല്ല, അതുകൂടാതെ വളരെ കുറച്ച് കാർട്ടൂൺസ് കൂടി പോഗോയിൽ അന്നത്തെ സമയത്ത് ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതൊക്കെ ഗംഭീരമായ കാർട്ടൂൺസും TV ഷോസ് ഒക്കെ ആയിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പോഗോയിൽ വരുന്നതാണെങ്കിൽ ചോട്ടാ ഭീമിന്റെ പല പല വേർഷൻ കാർട്ടൂൺസ് ആണ്. അനിമേഷൻ കാർട്ടൂൺസും അതുപോലെ ചോട്ടാ ഭീം കുട്ടിയായിരിക്കുന്ന അനിമേഷൻ കാർട്ടൂണൊക്കെയാണ് ഇപ്പോൾ പോഗോയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. പണ്ടാണെങ്കിൽ ഇത്ര അധികം കാർട്ടൂൺസൊന്നും പോഗോയിൽ ടെലികാസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ വരുന്നതൊക്കെ ഗംഭീരമായ അടിപൊളിയായ TV ഷോസും കാർട്ടൂൺസൊക്കെ ആയിരുന്നു. ഇനി കൊച്ചു ടി വിൻ്റെ കാര്യം നോക്കാം. 2011 കൊച്ചു ടി വി എന്ന ചാനൽ വരുന്നത്. ഇത് മലയാളം കൂടാതെ വേറെ കുറേ ഭാഷയിലുമുണ്ട്. പണ്ട് കാലത്തായി കൊച്ചു ടി വിയിൽ ഒരുപാട് കാർട്ടൂൺസ് ടെലികാസ്റ്റ് ചെയ്യുമായിരുന്നു. അതും ഗംഭീരമായ വേറെ ലെവൽ കാർട്ടൂൺസ് തന്നെയായിരുന്നു അന്ന് ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. അന്നത്തെ കാർട്ടൂൺസിന്റെ വിലയാണെങ്കിൽ ഇന്ന് നമ്മൾ കൊച്ചു ടി വി കണ്ടാൽ മതി. ഇപ്പോൾ കൊച്ചു ടി വിന്റെ കയ്യിൽ കാർട്ടൂൺസും ടെലികാസ്റ്റ് ചെയ്യാനില്ലാത്ത അവസ്ഥയിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം ഹൈദ് എന്ന കാർട്ടൂൺ സീരീസ് ഒരുപാട് സമയമാണ് കൊച്ചു ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ ബാലവീർ എന്ന സീരീസും. ഇത് രണ്ടുമാണ് ഇപ്പോൾ കൊച്ചു ടി വിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇതിനിടയിലൂടെ ചെറിയ കാർട്ടൂൺസ് വളരെ കുറച്ച് നേരം, അരമണിക്കൂറോ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ടെലികാസ്റ്റ് ചെയ്യും. അത്രമാത്രമേ ഇപ്പോൾ കൊച്ചു ടി വിയിലുള്ളൂ. എന്നാൽ പണ്ടത്തെ കൊച്ചു ടി വി അത് വേറെ ലെവൽ തന്നെയായിരുന്നു. ഇനി നമുക്ക് പോഗോന്റെയും കൊച്ചു ടി വിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കൊച്ചു ടി വിയേക്കാൾ ഒരു തരി മുകളിലാണ് പോഗോ. കാരണം ഇപ്പോൾ പോഗോയിൽ വരുന്ന കാർട്ടൂൺസൊക്കെ മലയാള ഡബിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ആ മാറ്റം. അതുകൊണ്ട് തന്നെയാണ് പോഗോ ഒരു തരി കൊച്ചു ടി വിന് മുകളിലായത്. അത്ര രസകരമായ മലയാള ഡബ് അല്ലെങ്കിൽ കൂടിയും പണ്ട് കാലത്തേക്കാൾ മെച്ചമുണ്ട്. പണ്ടൊക്കെ നമ്മൾ കുട്ടിയായ സമയത്ത് കണ്ടിരുന്നത് ഒന്നെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷൊക്കെ ആയിരുന്നു പോഗോയിൽ. എന്നാൽ ഇപ്പോൾ മലയാളമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കൊച്ചു ടി വിയേക്കാൾ മുകളിൽ തന്നെയാണ് ഇപ്പോഴത്തെ പോഗോ. കൊച്ചു ടി വിക്ക് പോഗോന്റെ മുകളിൽ പോകണമെങ്കിൽ ചെറിയൊരു കാര്യം ചെയ്താൽ മതി. പണ്ട് ടെലികാസ്റ്റ് ചെയ്തിരുന്ന 5 കാർട്ടൂൺസ് അല്ലെങ്കിൽ ഒരു 3 കാർട്ടൂൺസ് തിരികെ കൊണ്ടുവന്നാൽ കൊച്ചു ടി വി പോഗോന്റെ മുകളിൽ ഉറപ്പായിട്ടും പോകും. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.